ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇതെൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ അതിലത്തെ ഒരാളുടെ കല്യാണമാണ്, മറ്റാളുടെ കല്യാണം കഴിഞ്ഞ് ഉണ്ണിയൊക്കെ ആയിട്ടോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ നാട്ടിലേക്ക് കല്യാണം കൂടാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ അതിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു, അതൊക്കെ മേടിച്ചു. മാല, കൈ ചെയിൻ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചു. ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു. പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും കൂടിയിട്ട് എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അതിന് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ചങ്ങരകുളത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം 2 ദിവസം അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതേ കേച്ചേരി റൂട്ടിന് പോകുമ്പോൾ ഭയങ്കര അലമ്പ് റോഡാണ്. ഞങ്ങൾ 1 മണിക്കൂറോളം എടുക്കേണ്ട യാത്ര 2-2.5 മണിക്കൂറോളം എടുത്തു ഗൈസ് ഞങ്ങൾ ചങ്ങരകുളത്തേക്ക് എത്തുമ്പോൾ. അങ്ങനെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നീലിമയുടെയും ഫായിസ്കയുടെയും വീട്ടിലേക്ക് എത്തി. അതായത് ഇതെൻ്റെ ഫ്രണ്ടാണ് നീലിമ. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പം ഞങ്ങൾ ഒരുങ്ങാണ് ഉച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്കല്ല, ഒരു 3:30-4 മണിയൊക്കെ ആയി അവിടെ എത്തുമ്പോൾ. എന്നിട്ട് ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ചെക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിതേ ശരണ്യയുടെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ഫ്രണ്ട്സിൻ്റെ പേര് ഞാൻ പറയാം, നീലിമ, ശരണ്യ. ഇവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോവാണ്. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ 2 ഉണ്ട്. എന്താ പറയുക, കണ്ട നീലിമ, ഇനി ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളവിടെ വീടെത്തിയിട്ടാ. അപ്പോൾ നീലിമയുടെ ഹസ്ബൻഡാണ് ഫായിസ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ശരണ്യയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ശരണ്യയുടെ വീട് എത്തിയിട്ടുണ്ട്. ബാക്കി കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പുടവ കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഹായ് ഗൈസ്, ദിസ് ഈസ് മൈ പ്രാന്തൻ ടോക്കൂസ്. ടോക്കൂസ് ബബ്ലുവിൻ്റെ ഒപ്പം തന്നെ കേട്ടോ. അവൻ എത്രയടി 2-3 മാസത്തിൻ്റെ വ്യത്യാസമുള്ള 2-3 മാസത്തിൻ്റെ വ്യത്യാസമുള്ള. നമ്മൾ അവരുടെ വീടിൻ്റെ സൈഡിൽ നിൽക്കുക. അവിടെ പുടവ കൊടുക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗണ്ട് ഉണ്ടാവുമോ എന്നറിയില്ല, സൗണ്ട് കുറവാണോ എന്നറിയില്ല. ഇപ്പോൾ ഇതെൻ്റെ നാടാട്ടോ, നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് തിരക്കുണ്ട് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞോട്ട് വെച്ചിട്ടാണ് ഞങ്ങളിവിടെ കുട്ടികളുള്ള കാരണം അവരെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ വീട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവളുടെ അമ്മ ഫ്രണ്ടിലുണ്ടായിരുന്നു. പിന്നെ അവളാണെങ്കിൽ അവളുടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പുടവ കൊണ്ടുവരാൻ വന്നതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കായിരുന്നു. അവർക്ക് ഫുഡ് കൊടുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ അമ്മ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് ഇതാക്കാണ്. അവളത് ചായയൊക്കെ കൊടുക്കാണ് കേട്ടോ. പിന്നെ ബാക്കിൽ ഫുഡ്, വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളെ ഫ്രണ്ട്സ്. ഇതാണ് ഗൈസ് നമ്മുടെ പെൺകുട്ടി. ഇതാണ് നമ്മുടെ കല്യാണക്കുട്ടി. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഇതിലത്തെ ലാസ്റ്റത്തെ കല്യാണമാണ് കേട്ടോ. ഞങ്ങളെ ഗ്യാങ്ങിലത്തെ. അപ്പം ഇനി ഞങ്ങൾക്കൊക്കെ കുട്ടിയായി, ഇനി അവൾക്ക് കൂടി കുട്ടിയാവണം. ഇനി ഞങ്ങൾ അടുത്തടുത്ത വ്ളോഗുകൾ വരും, കയറും. അപ്പം ഞങ്ങൾ അവളെ കൊണ്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയാണ്. ഈ ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പാടത്തേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ഇടയിൽ കൂടെ എൻ്റെ കുട്ടി അവളുടെ ചെക്കന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ ഡ്രസ്സിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിജിലേഷേട്ടനാണ് വരൻ. അപ്പോൾ 2 പേരും നല്ല വീഡിയോ കോളിലാണ്. ഇവരൊരു 6 വർഷത്തെ ലവ് സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു വലിയ ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടിന് വന്നേക്കാണ്. ഒരുപാട് ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പി ആയിട്ടുള്ള 2 ദിവസമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്ക് പനിയും ജലദോഷമൊക്കെ പിടിച്ചു. അതാണ് കുറച്ച് ലേറ്റായത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. തേഴ്സ്ഡേ കഴിഞ്ഞ കല്യാണമായിരുന്നു. പക്ഷെ എനിക്ക് പനി, സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സൗണ്ട് വന്നു തുടങ്ങി, പക്ഷെ പനി മാറിയിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും അവളുടെ എടുത്തു, അവളുടെ കസിൻസ്, ഫ്രണ്ട്സ്, ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഫോട്ടോസും വീഡിയോസിനും പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പോൾ ആ അക്കയുടെ പേര് മുത്തു എന്നാണ് കേട്ടോ. അപ്പോൾ ഹൈടെക് വെഡ്ഡിംഗ് എന്നാണ് അവരുടെ എന്താ പറയുക പേജിൻ്റെ പേര്. നല്ലൊരു അടിപൊളി ആയിട്ട് ഫോട്ടോസും വീഡിയോസും എടുത്തു തരും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ കിട്ടും. അപ്പം ഞാൻ നിങ്ങൾക്ക് അടിയിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസ്, പ്രൊഫൈലിൻ്റെ ഇതൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ശരണ്യയുടെ കസിൻസും അതുപോലെ തന്നെ അവളുടെ ഒരു ബെസ്റ്റ് മേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഭയങ്കരമായിട്ട്
ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും അതിൻ്റെ ഇടയിൽ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ ഈ ഒരു ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കുട്ടികളും കൂടി ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. ഇടയിൽ ഞാൻ പറയുന്നുണ്ട് ഈ ഭാവി ഇത് പഠിക്കുന്നത് നല്ലതാണല്ലോ, ഭാവിയിൽ ഉപകാരപ്പെടും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ശരണ്യ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങളും നീലമണി ഫൈസ്കറി വീട്ടിൽ പോയിട്ട് ഒന്ന് ഒരുങ്ങി ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തു. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറ്, ചിക്കൻ കറി, നല്ല സലാഡും ആയിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. പിന്നെ എനിക്ക് കൂടുതലായിട്ട് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതായത് ശരണ്യ. ഞാൻ അവളെക്കുറിച്ച് ഭയങ്കര പ്രൗഡാണ്. ബിക്കോസ് ഈ കല്യാണം മൊത്തം അവളായിട്ട് ചെയ്ത് എടുത്തുള്ളതാണ്. അവളുടെ അച്ഛൻ ഒരു 3 വർഷം മുന്നെയാണ് മരിച്ചത്. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ടായിരുന്നു. എനിക്കും നീലിമയ്ക്കും ഭയങ്കര വിഷമമായിരുന്നു. ആ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഫാമിലി മെമ്പേഴ്സും അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഹാപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നീലിമയും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫായിസ്ക എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ നീലിമയുടെ വീട്ടിൽ പോയി കിടന്നൊക്കെ ഉറങ്ങി ഫ്രഷായി. രാവിലെ 5 മണി 6 മണിക്കൊക്കെ നീറ്റ് ഞങ്ങൾ ശരണ്യയുടെ വീട്ടിലേക്ക് 7 മണിക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ദക്ഷിണ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവളുടെ അമ്മയാണ്. ഈ രംഗത്തൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ബിക്കോസ് അവളുടെ അച്ഛനില്ലാത്ത ആ ഒരു വിഷമം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് കാണുമ്പോൾ ഇപ്പോഴും വിഷമം വരുന്നുണ്ട്. അപ്പോൾ അവളുടെ മുഖത്ത് അതുണ്ടായിരുന്നു. പിന്നെ അവളുടെ റിലേറ്റീവ്സാണ്, കാരണവന്മാരും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കെട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുത്തുക്കാട്ട്, നമ്മളെ വീഡിയോഗ്രാഫർ. അപ്പോൾ അതേ ശരണ്യ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറുന്നുണ്ട്. ഞാൻ, നീലിമ, ഫായിസ്ക, നീലിമയുടെ അനിയത്തി, നീനുമോള്, വീഡിയോഗ്രാഫർ, അസിസ്റ്റൻറ്റ് എല്ലാവരും കൂടിയിട്ട് ഫായിസ്കയുടെ വണ്ടിയിലായിരുന്നു കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങൾ അമ്പലത്തിലെത്തി ഗൈസ്. ഹലോ ഗൈസ്. എന്തിനാ അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി. ഭയങ്കര തിരക്കായിരുന്നു. ചിങ്ങമാസമാണ്. പിന്നെ വ്യാഴാഴ്ച ദിവസമാണ്. ഫസ്റ്റത്തെ വ്യാഴം ആയതുകൊണ്ട് തന്നെ 300 കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ബ്ലോക്കായിട്ട് ഫായിസ്കാക്ക് അതുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളവിടെ ഇറങ്ങി ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. പിന്നെ കുറച്ച് സ്റ്റില്ലും കാര്യങ്ങളൊക്കെ എടുത്തു. കല്യാണ പെണ്ണും അവരൊക്കെ വന്നിട്ട് അവളുടെയും പിന്നെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവളുടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ചെക്കനും എത്തിയിട്ടുണ്ടായി. പിന്നെ ചെക്കനും അവളുടെ കൂടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വരാൻ പറയും സൈഡിൽ. അങ്ങനെ പിന്നെ ചെക്കനോട് പെണ്ണിനോടും നിർത്തിട്ട് ഉമ്മ കൊടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര നാണായിരുന്നു കേട്ടോ, റൊമാൻറ്റിക് ആവാൻ. കാരണം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നോക്കിക്കുമ്പോൾ ഒരു ചമ്മൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ടോക്കൺ എടുക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോക്കൺ എടുക്കാൻ പോയി കല്യാണത്തിന് മണ്ഡപത്തിന് വേണ്ടിയുള്ള. അങ്ങനെ പിന്നെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് കല്യാണം കാണാൻ പറ്റിയില്ല. കുട്ടികളെ നോക്കിയിരിക്കുന്ന തിരക്കിൽ അവർ കല്യാണം കഴിച്ചു. പക്ഷേ അതിൻ്റെ വീഡിയോൻ്റെ ഇത് ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ.
അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞ് അവർ നന്നായി തൊഴുതു പ്രാർത്ഥിച്ചു. രണ്ടുപേരും സന്തോഷപരമായിട്ടുള്ള മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ അങ്ങനെ 6 ഇയേഴ്സ് ലവ് സ്റ്റോറിയുടെ ഒരു അടിപൊളി ഹാപ്പി ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം അവർ. അപ്പോൾ അതിൻ്റെ ആ സന്തോഷം രണ്ടാളുടെ മുഖത്തുണ്ട്. പിന്നെ അത് വിജിലേഷേട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും അവരെല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. പിന്നെ ചേട്ടൻ്റെ ആരോ റിലേറ്റീവൊക്കെ ആയിട്ട് അവർ ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് കല്യാണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവർ പറയാണ് ഇത് എനിക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുക വിജിലേഷേട്ടന്, ഇത് യൂട്യൂബിലേക്കുള്ളതാണ്. പിന്നെ അങ്ങനെ ഞങ്ങളും അവരൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ശരണ്യയുടെ ഓഡിറ്റോറിയത്തിലെത്തി. അത് കഴിഞ്ഞിട്ട് ശരണ്യ അവളുടെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നീലിമയുടെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ നീലിമയുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഉറങ്ങി നീറ്റു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അവിടുന്ന് പോരുകയാണ് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും വിളിക്കാൻ വരുന്നത് നീലിമയുടെ അനിയത്തിയായിട്ടത്. ഞാൻ റിട്ടേൺ പോവുകയാണ് വീട്ടിലേക്ക്. ഇവിടെ നിന്ന് ഇറങ്ങി അമ്മയും അച്ഛനും വെയിറ്റ് ചെയ്യുന്നുണ്ട് ചങ്ങനോളത്ത്. അങ്ങനെ അമ്മയും അച്ഛനും വന്നു. ഞങ്ങൾ വണ്ടിയിൽ തിരിച്ച് റിട്ടേൺ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമായിരുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.